നമസ്കാരം. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കഴിഞ്ഞ 6 വർഷമായി മികച്ച പ്രതിഭാശാലികൾക്ക് നൽകി വരുന്ന പുരസ്കാരം 2025 ശ്രീമതി KS ചിത്രയ്ക്ക് ഫെബ്രുവരി 15 ശനിയാഴ്ച 3 മണിക്ക് വർക്കല ഐരൂർ MGM മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ K ജയകുമാർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് വി ജോയ് MLA അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. ഡോക്ടർ S പൂജ സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ S ജയപ്രകാശ്, ഡോക്ടർ PK സുകുമാരൻ, ശ്രീമതി M ശ്യാമളാദേവി, ഡോക്ടർ സജിത്ത് വിജയരാഘവൻ, ശ്രീ V ഹരിദേവ്, ശ്രീ MGK പിള്ളൈ തുടങ്ങിയവർ സംസാരിച്ചു. അത് കാത്തു സൂക്ഷിക്കുന്ന കഠിനാധ്വാനി എന്ന് തന്നെ പറയാം. ഗുരുത്വമുള്ള എന്ന് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. മാഡത്തിന്റെ അധ്യാപിക ഓമനക്കുട്ടി മാഡം വരുമ്പോൾ മാഡം അന്ന് പഠിപ്പിച്ച എന്തൊക്കെയാണോ അതെല്ലാം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. നടന്ന് പാടാറില്ല, നിന്ന് തന്നെ പാടുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ എന്നാലും നെറ്റിൽ നോക്കിയപ്പോൾ കിട്ടിയ ഫസ്റ്റ് ലേഡി ഒരു ടൈറ്റിലാണ്. ഫസ്റ്റ് ലേഡീസ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫസ്റ്റ് വുമൺ ടു ബി ഓണേർഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ഗായിക. ഈ ധന്യ മുഹൂർത്തത്തിൽ മാഡത്തിന് ഇവിടെ വരാൻ സാധിച്ചത് നമ്മുടെ ഭാഗ്യം. മാഡത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി ഡോക്ടർ K ജയകുമാർ സർ. 1978 IAS ബാച്ച്. അദ്ദേഹം കവിയാണ്, ഗാനരചയിതാവ്, വിവർത്തകനാണ്, ചിത്രകാരനാണ്. ഗാനരചയിതാവാണ്, വിവർത്തകനാണ്, ചിത്രകാരൻ മാത്രമല്ല തിരക്കാണ്. തന്റെ എഴുത്ത് ജീവിതം അദ്ദേഹം സമ്പുഷ്ടമാക്കിയത്. അദ്ദേഹം DPI ഡയറക്ടർ ആയിരുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് അപ്പോഴാണ്. 80-ൽ പരം മലയാള സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ചു. അതിൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ പാടിയത് ആരായിരിക്കും? ശ്രീമതി ചിത്രമേമാണ്. അദ്ദേഹം ടൂറിസം ഡയറക്ടറായിരുന്ന സമയത്താണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ടാഗ് ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ V മുരളീധരൻ സർ. മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. എല്ലാവരെയും ആകർഷിക്കുന്ന എളിമയുള്ള പെരുമാറ്റം. പ്രഭാഷകനുമാണ് അദ്ദേഹം, അതുപോലെ തന്നെ പരിഭാഷകനുമാണ്. ഞങ്ങളുടെ സ്കൂളില് മൻ കി ബാത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് സീസൺ 4 മത്സരത്തിൽ വർക്കല താലൂക്കിൽ സെക്കൻഡറി വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 4 വിദ്യാർത്ഥികൾ MGM മോഡൽ സ്കൂളിൽ വിജയം ലഭിക്കുകയുണ്ടായി. അവർ ഡൽഹിയിൽ പോകാൻ അവർക്ക് സാഹചര്യം ഒരുക്കിയായിരുന്നു. ഈ കേരളത്തിലുള്ള ഡിസ്ട്രിക്റ്റിൽ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ചുക്കാൻ പിടിക്കുന്നത് ശ്രീ V മുരളീധരൻ സാറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ PK സുകുമാരൻ സർ. MGM മോഡൽ സ്കൂളിന്റെ ഫൗണ്ടറും പൂർണ്ണ പബ്ലിക്കേഷൻ പ്രൊപ്രൈറ്ററും പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റും കലാപൂർണ്ണ പബ്ലിക്കേഷന്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ എൻ്റെ അച്ഛനും. അതോടൊപ്പം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കി തരുന്ന വ്യക്തിത്വം. സ്വന്തം നിലപാടുകൾ എങ്ങനെയാണെന്നും സ്വന്തം രീതികൾ എങ്ങനെയാണെന്നും സ്വയം ജീവിതത്തിൽ മനസ്സിലാക്കി തന്ന് പഠിപ്പിക്കുന്ന വ്യക്തിത്വം.
ശിവഗിരി മഠാധിപതിയും ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റും ശ്രീനാരായണ ദർശനങ്ങളുടെ പ്രചാരകനും നാരായണ ഗുരുവിനെ കുറിച്ച് ദീർഘപ്രഭാഷണങ്ങൾ നടത്തുന്ന മികച്ച വാഗ്മിയും കൂടിയായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീമതി ശ്യാമള ദേവി. ശ്യാമള ദേവി എന്ന് വിളിക്കുന്നതിലല്ല ഇഷ്ടം, ശ്യാമള ടീച്ചർ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. റിട്ടയർഡ് അധ്യാപികയാണ്, എൻ്റെ പ്രിയപ്പെട്ട അമ്മ. അതുപോലെ ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതാരായിരിക്കും? ഒരു സ്ത്രീയാണ്. നിശബ്ദമായി പ്രാർത്ഥനയോടുകൂടി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ശ്രീ ശ്യാമള ദേവി ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജയപ്രകാശ് സർ, കലാപൂർണ പബ്ലിക്കേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്റർ, വിവിധ SN കോളേജിലെ മലയാളം പ്രൊഫസർ, റിട്ടയർഡ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഗുരുദേവ ദർശനങ്ങളുടെ പ്രചാരകൻ, ഒരു നല്ല വാഗ്മി, സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യം. മാത്രമല്ല ഡോക്ടർ P.K. സുകുമാരൻ സാറിന്റെ ജീവചരിത്രത്തിന്റെ ശില്പി. അദ്ദേഹം എഴുതിയതാണ് ധന്യമീ ജീവിതം. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സജിത് വിജയരാഘവൻ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ മുൻ ഡയറക്ടറും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം മുൻ പ്രൊഫസറും ഇപ്പോൾ MGM സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ സജിത് വിജയരാഘവൻ സർ. അദ്ദേഹത്തിനെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ V. ഹരിദേവ് സർ, ഞങ്ങളുടെ PTA പ്രസിഡന്റ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. MGM മോഡൽ സ്കൂളിന്റെയും പൂർണ്ണ ഫൗണ്ടേഷന്റെയും അഭ്യുതകാംക്ഷിയാണ്. എത്ര തിരക്കുള്ളതായാലും ശരി, അദ്ദേഹം നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഉടനെ എത്തിയിരിക്കും. അദ്ദേഹത്തിനെ ഞാൻ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്പ് കുറയുന്നുണ്ടോ എന്ന് തോന്നുന്നു. MGK പിള്ള സാർ, പൂർണ്ണ പബ്ലിക്കേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും റിട്ടയർ ചെയ്തതുമായ MGK പിള്ള സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർക്കല RDC കൺവീനറായ ശ്രീ അജി SRM സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് പ്രാർത്ഥന ചൊല്ലിയ പൂർണ്ണലാൽ, എനിക്ക് പേരുകൊണ്ട് മനസ്സിലാകും, ചേച്ചിയുടെ മകൻ. അദ്ദേഹത്തിന് ചേച്ചിക്ക് കിട്ടിയ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നോ അതെല്ലാം അദ്ദേഹത്തിനുമുണ്ട്. പാട്ടും അതുപോലെ ഡാൻസും ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഒരു വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ള പൂർണ്ണലാലിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി MGM സ്കൂളിന്റെ എല്ലാ കുടുംബാംഗങ്ങളും. ഇന്ന് CBSE ബോർഡ് എക്സാം തുടങ്ങുകയായിരുന്നു. എന്നാൽ കൂടിയും നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിലും കൂട്ടുനിന്ന ഓരോ അധ്യാപകരും അതുപോലെ അനധ്യാപകരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KPM മോഡൽ സ്കൂളിലെ അധ്യാപകരെയും അനധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. പൂർണ്ണ എഡ്യൂക്കേഷൻ ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള മലയാളത്തിന്റെ എക്കാലത്തെയും പാട്ടുകാരി KS ചിത്ര അവരുടെ പുരസ്കാരം നൽകുന്ന കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരിൽ പ്രമുഖനായിരുന്ന ഗാനരചയിതാവും എഴുത്തുകാരനും ഈ നാടിന്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ശ്രീ K. ജയകുമാർ IAS അവർ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ്
പൂജനീയ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ആദരണീയനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ പി കെ സുകുമാരൻ സാർ, സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ പ്രിൻസിപ്പൽ പൂജ ടീച്ചർ, വേദിയിൽ ഇനി സന്നിഹിതരായിരിക്കുന്ന ഡോക്ടർ എസ് ജയപ്രകാശ് സാറ്, സജിത് വിജയരാഘവൻ, ശ്രീ ഹരിദാസ്, അജി എസ് ആർ എം, MG K പിള്ള, ഇവിടെ പ്രാർത്ഥന ചൊല്ലിയ പൂർണ്ണലാൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ സുകുമാരൻ സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി ഉയർന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഈ കലാലയത്തിൽ പഠിച്ച് ജീവിതത്തിനോടും ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ അധ്യാപകരും ആ നിലയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. സാധാരണ നിലയിൽ ഒരു CBSE സ്കൂളിലെ വിദ്യാർത്ഥികൾ സമൂഹത്തെ തൊട്ടറിയുന്ന സാഹചര്യം വളരെ വിരളമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷവും ആദരണീയ കലാകാരി, മലയാളത്തിന്റെ അഭിമാനം, പ്രിയപ്പെട്ട KS ചിത്രയ്ക്ക് പൊന്നാട അണിയിക്കുകയാണ് ബഹുമാന്യനായ ഡോക്ടർ PK സുകുമാരൻ സാർ. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. KS ചിത്രയ്ക്ക് ഉപഹാരം നൽകുന്നു പ്രിയപ്പെട്ട ശ്യാമള ടീച്ചർ. MGM മോഡൽ സ്കൂളിന്റെ ഉപഹാരം MGMന്റെ എല്ലാ സ്റ്റാഫ് സെക്രട്ടറിമാരെയും വിവിധ വിഭാഗങ്ങളിലെ സ്റ്റാഫ് സെക്രട്ടറിമാരെയും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം സ്വീകരിക്കുവാൻ പ്രിയകരിയായ KS ചിത്രയെയും ക്ഷണിച്ചുകൊള്ളുന്നു. MGM സ്കൂളിന്റെ ഉപഹാരമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സമുദ്ര KS ചിത്രയുടെ മനോഹരമായ പെയിന്റിംഗ് നൽകാൻ പൂർണ്ണ എഡിറ്റർ ഷാജി പൂർണ്ണ സ്റ്റാഫ് അംഗം ശ്രീ ഹിരോഷ് ഉപഹാരം നൽകി. അനുഗ്രഹ ഭാഷണത്തിനെത്തിയിട്ടുള്ള ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ,
നമ്മളിന്ന് പുരസ്കാരം നൽകി ആദരിച്ച പ്രിയപ്പെട്ട ചിത്രയുടെ ജീവിത പങ്കാളി ശ്രീ വിജയൻ, മുൻമന്ത്രി ശ്രീ മുരളീധരൻ, ഡോക്ടർ പി കെ സുകുമാരൻ അവരുടെ പ്രിയപ്പെട്ട ശ്യാമള ടീച്ചർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇതിന്റെ മുമ്പിലുള്ള സദസ്യർക്കുമെല്ലാം വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ഈ ഉച്ചതിരിഞ്ഞ നേരത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏറ്റവും മനോജ്ഞമായിട്ടുള്ള ഒരു സന്ദർഭത്തിന് സാക്ഷിയാവാൻ. നമ്മുടെ നാട്ടിൽ അവാർഡ് കൊടുക്കുന്ന പരിപാടികൾ ഒട്ടും കുറവില്ല. ഞാൻ തന്നെ മിക്കവാറും ആഴ്ചയിൽ 2-3 പരിപാടികളിൽ പങ്കെടുക്കുകയോ അവാർഡ് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നു. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അതീവ ചാരുതയുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് ആ ചാരുതയുടെ രഹസ്യം? ആ ചാരുതയുടെ രഹസ്യം ചിത്രയുടെ സാന്നിധ്യം തന്നെയാണ്. ഈ ചിത്രയ്ക്ക് ദൈവം നല്ല ശബ്ദമാധുരി മാത്രമല്ല കൊടുത്തത്, താൻ പരിചയപ്പെടുന്നവരെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ചില കാന്തശക്തിയും കൂടി നമ്മൾ അറിയാതെ ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്താറായപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, ഇന്ന് നോക്കിക്കോണം, നമ്മൾ സാധാരണ പോകുമ്പോഴല്ലേ ഇന്ന് ടീച്ചർമാരൊക്കെ ബെസ്റ്റായിട്ട് ഉള്ള സാരി എല്ലാം കൊടുക്കുന്നത് നിൽക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് ചിത്രയെ സ്വീകരിക്കണം എന്ന ഒരു ചിന്ത ഓരോരുത്തരുടെ മനസ്സിൽ അങ്കുരിപ്പിക്കാൻ ഈ കലാകാരിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടു എന്ന് അറിഞ്ഞപ്പെടാത്ത ഒരവസ്ഥയിൽ ആളുകളെ കൊണ്ട് എത്തിക്കാനുള്ള ആ ഒരു കഴിവെന്നുള്ളതല്ല, അനുഗ്രഹമാണ് ചിത്രയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഇതെല്ലാവർക്കും കിട്ടുകയില്ല. ചിത്രയെക്കാൾ കൂടുതൽ പാട്ടുകൾ പാടിയ ആളുകളുണ്ടെങ്കിലും ഇതിനൊക്കെ പ്രശസ്തിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷേ പ്രശസ്തിയോ അല്ലെങ്കിൽ പാടിയ പാട്ടുകളുടെ എണ്ണമോ ഒന്നുമല്ല ചിത്രയാക്കുന്നത്. മറ്റെന്തോ ഘടകങ്ങളുണ്ട്. ഞാൻ തന്നെ പറയുമായിരുന്നു, ഞാൻ തന്നെ കൊടുത്ത 5ാമത്തെ അവാർഡാണ്, 6ാമത്തെ അവാർഡാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കും, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. മഞ്ചേരിയിൽ ഒരു അവാർഡ് കൊടുത്തത് ഓർമ്മയുണ്ട്, കമുകറ അവാർഡ് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്, ദക്ഷിണമൂർത്തി സ്വാമിയുടെ അവാർഡ് വൈക്കം ക്ഷേത്രത്തിൽ വെച്ച് കൊടുത്തത് ഓർമ്മയുണ്ട്, പിന്നെ എറണാകുളത്ത് സ്കൂളിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ തന്നെ 5-6 അവാർഡ് ചിത്രയ്ക്ക് എണ്ണമില്ല, കാരണം എല്ലാ ദിവസവും കൊടുത്തൊരു അവാർഡ് ഇല്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് ചിത്രയ്ക്ക് വേണ്ടിയാണ്. ഞാനിതൊക്കെ പറയുമ്പോഴും അഗാധമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ചിത്രയെ കുറിച്ച് പറയാൻ സാധിക്കും. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും, മലയാളികൾക്കല്ല ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ശ്രീ ജോയിയുടെ മാർഗദർശനത്തോടുകൊണ്ട് ഔചിത്യത്തോടുകൂടി സംസാരിക്കാൻ എൻ്റെ അകത്തിരുന്ന് ഔചിത്യമില്ലാത്തവരൊക്കെ പറയുന്നു. എന്നാലും ഞാൻ നിർത്താം. പിന്നെ എനിക്കില്ലാത്ത ഒരുപാട് വൈകാരികമായ ഈ അവാർഡ് കൊടുക്കുന്നതിനൊക്കെ എന്നെ ക്ഷണിച്ചതിൽ വൈകാരികമായ സംതൃപ്തിയുണ്ട്. കാരണം ചെറിയൊരു അർഹത എനിക്കുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിത്ര ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന സമയം 80കളുടെ ആദ്യമോ ഒക്കെയാണ്. ജ്ഞാനികൾ പോകുന്ന രീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു എന്നുള്ള പാട്ട്, കുടജാതിയിൽ കുടുംബം മഹേഷി എന്നുള്ള പാട്ടൊക്കെ ആദ്യം ചിത്ര പാടുമ്പോൾ ചിത്ര വാസ്തവത്തിൽ വളരെ ചെറുപ്പമാണ്. അന്ന് മുതൽ ചിത്രയുടെ യാത്ര പിന്നെ വളരെ വളരെ വിപുലവും ബഹുലവുമായിട്ടുള്ള കീർത്തി സ്തംഭങ്ങളിലേക്ക് പോയെങ്കിൽ ഞാൻ ആ വഴിക്ക് പോയില്ല. ഞാനൊരു ചെറിയ കാര്യം ചെയ്തവരോട് നിന്നതേ ഉള്ളൂ. ആ വിഷമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് മുതലുള്ള പരിചയവും അറിവും ആദ്യ ദർശനത്തിൽ തന്നെ നമ്മുടെ സ്നേഹം അപഹരിക്കാനുള്ള ഒരു കഴിവും ചിത്രയ്ക്കുണ്ട്. അതാണ് ചിത്രയെ കേരളത്തിന്റെ പ്രിയങ്കരിയാക്കി മാറ്റിയത്. അതിന് പിന്നെ ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക് ചിത്ര വന്ന ഒരു വഴിയുണ്ട്. മലയാളത്തിലെ ചലച്ചിത്ര ഗാനശാഖ ചിത്രയുടെ വരവിന് മുമ്പ് എന്തായിരുന്നു, വരവിന് ശേഷം എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു കലാകാരിയുടെ സംഭാവനകളെ നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നത്. ചിത്രയ്ക്ക് മുമ്പ് നമുക്കിവിടെ നല്ല പാട്ടുകാരികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പി സുശീല അരങ്ങുവാണ് നിന്നവരാണ്. ക്രിസ്ത്യാനികൾ വ്യത്യസ്തമായ ആലാപന ശുദ്ധി കൊണ്ട് നമ്മളെ കോരിത്തെരിപ്പിച്ച കാര്യം.
ഇത് എത്ര പേര് ഈ മലയാളത്തിന്റെ ഇവരൊക്കെ രണ്ടുപേരും കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഷാക്കാപ്പി നായരും എല്ലാം ഒരുക്കിയ വഴിയിലൂടെയാണ് പിന്നീട് മലയാളത്തിന്റെ ചലച്ചിത്ര സംഗീതം, പ്രത്യേകിച്ച് ഗായികമാരുടെ ഈ ധാര ഇങ്ങനെ ഉണ്ടായത്. പി സുശീലയുടെ പാട്ടിനെ പറ്റി നമുക്ക് ഒരു പരാതിയുമില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും നമ്മുടെ ഒരു വഴി സാറിന്റെ ചരമാധ്യമായിരുന്ന മെനയാന്ന് ഓർക്കാതിരിക്കാൻ പ്രവൃത്തിയില്ല. ഞങ്ങളെപ്പോലുള്ള ഗാന്ധിജീവാക്കളെ തൊട്ട് തൊഴുത്ത് പോയി ചില വരികൾ കേൾക്കുമ്പോൾ അന്തിമയങ്ങിയ നേരത്ത് നീ ഒന്നും മിണ്ടാതെ പോയി എന്റെ നെഞ്ചിലെ മൈനയും തേങ്ങി എന്ന് പറയുമ്പോൾ ഒരു മങ്ങുഴത്തിന്റെ അവസ്ഥ നമ്മൾ ലഭിക്കുന്ന ഗൃഹാതുരത്വവും പ്രണയാതുരത്വവും ഒക്കെ ആ രണ്ട് വരികളിൽ, അതാണ് ഒരു ഗാന്ധിജീവാവിന്റെ കഴിവ്. ഉച്ചയ്ക്ക് പോയതിന് വലിയ കുഴപ്പമില്ല കേട്ടോ, നീ നട്ടുച്ചയ്ക്ക് പോയതിന് കുഴപ്പമില്ല, എന്റെ നെഞ്ചിലെ മൈന തേങ്ങയല്ല. അപ്പോ പിരിഞ്ഞു പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുകളെ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് പോകണം കേട്ടോ, സങ്കടം വരില്ല. എന്നാൽ അന്ത്യമായി നേരത്തെ നീ ഒന്നും മിണ്ടാതെ പോയാൽ എന്റെ നെഞ്ചിലെ മൈന തേങ്ങും. ഇതറിയാൻ കവിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഈ കവികളെ ആരും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് പക്ഷെ അത് പാടുമ്പോ എന്റെ നെഞ്ചിലെ മൈനയും തേങ്ങി എന്ന ചിത്രം പാടുമ്പോ നമുക്ക് വിങ്ങലുണ്ടാകുന്നതാണ് ആ ആലാപത്തിന്റെ. അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് സ്നേഹമുള്ള ആളുകളെ പറ്റി ഒരുപാട് പറയണമെന്ന് തോന്നുന്നു. അത് സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ്, കണ്ടിട്ടില്ലേ? ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇത്രയൊക്കെ ഗംഭീരമായി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ അവാർഡ് വിശദീകരണത്തിനായി ഈ ജൂറി കമ്മിറ്റിയുടെ ബഹുമാന്യനായ കൺവീനർ ഡോക്ടർ എസ് ജയപ്രകാശ് സാറിനെ വിനയപരിസരം ക്ഷണിച്ചു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ എവിടെയും പ്രിയകരനായ MLA. കാരണം സമയം ഷെഡ്യൂൾ ചെയ്യാവുന്ന ഒരു സാങ്കേതിക ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 15 എന്ന് പറയുന്ന ഒരു തീയതി കിട്ടി, ക്ഷണിച്ചു, ഇവിടെ എത്തി, വന്നു. വളരെ സന്തോഷം. പൂർണ്ണ ഫൗണ്ടേഷൻ അവാർഡിനെ കുറിച്ചുള്ള ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒന്നാമത്തെ പുരസ്കാരം ശ്രീ ജി പ്രിയദർശനുണ്ട്. അതേപോലെ സാഹിത്യകാരനാണ്, അധ്യാപകനാണ്, ചരിത്ര ഗവേഷകനാണ്. അപ്പൊ അദ്ദേഹത്തിൽ തുടങ്ങിയതായ ആ അവാർഡ് രണ്ടാമത് കൊടുത്തത് ഒരു ശാസ്ത്രജ്ഞനുമാണ്. VSSCയുടെ ഡയറക്ടറായിരുന്ന ശ്രീ എം ചന്ദ്രൻ. മൂന്നാമത്തേത് ഒരു ഡോക്ടർക്ക് കൊടുത്തു, പ്രസിദ്ധ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ DP ലിംഗാല സാറിന് കൊടുത്തു. നാലാമത്തേത് മെട്രോമാൻ എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ E ശ്രീധരൻ സാറിനാണ് കൊടുത്തത്. അഞ്ചാമത്തെ അവാർഡ് കോവിഡ് ആയതുകൊണ്ട് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായിട്ട് നൽകി. ആ സംഭാവന ഏറ്റുവാങ്ങിയത് ഇന്നത്തെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് വി ജോയി ആണ്. ആറാമത്തെ പുരസ്കാരം കൊടുത്തത് ആചാര്യനും ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനുമായ ഒരു മുനി നാരായണ പ്രസാദ് സ്വാമിജിക്ക്. ഏഴാമത്തേത് ഒരു കലാകാരിക്ക് പറ്റി. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിത്വത്തെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതല്ല ഈ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അവാർഡ്. സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിൽ, വ്യത്യസ്ത തലങ്ങളിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അവർക്ക് ഒരു റോൾ മോഡലാക്കി മാറ്റുക, നാളെ തങ്ങൾക്കും ആ ഒരു നിലയിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് MGM സ്കൂളിൽ തന്നെ വെച്ച് നടത്തുന്നത്. ഈ സ്കൂളിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. കാരണം ഇതിന്റെ ഫണ്ടിങ് ഏജൻസി എന്ന് പറയുന്നത് MGM സ്കൂൾ തന്നെയാണ്. അപ്പൊ വെറും ആ ചാരിറ്റിയോടൊപ്പം കുട്ടികൾക്ക് കൂടി ഈ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടും. അതാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ അവാർഡ് നിർണ്ണയിച്ചപ്പോൾ നമ്മൾ വിലയിരുത്തിയ 2-3 ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സംഗീതമുണ്ട്, ആ ഇത് ഭാവശക്തിയുണ്ട്, ഒക്കെ ഉണ്ട്. പറഞ്ഞില്ല. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ
पश्येमि माक्षरयत्राः स्थिरैरङ्गे स्तुष्टवां स्वस्तनूभिः विषेम देवहितं यदायुः ॐ शान्ति 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 ॐ അത്യന്തം സന്തോഷപ്രദമായിരിക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമുക്കൊക്കെ ആദരണീയനായ MLA അഡ്വക്കേറ്റ് ജോയി അവരുടെ ഇവിടെ ഈ അവാർഡ് ദാനം നിർവഹിച്ച കേരളത്തിലെ സാംസ്കാരിക നായകന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ശ്രീ ജയകുമാർ സാർ അവരുടെ കേരളത്തിൻ്റെ വാനപ്പാടിയായി ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിലും പ്രശസ്തി നേടിയിട്ടുള്ള KS ചിത്ര അവരുടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അവരുടെ ശ്രീ ജയപ്രകാശ് സാറ് ശ്രീ ശ്രോതാക്കളെ നിങ്ങൾക്കെല്ലാം ആശംസാഭരിതമായ കുട്ടുകൾ. ഞാൻ ഈ വാക്കുകൾ ഇങ്ങനെ ആരംഭിച്ചത് ഒരു ഉപനിഷത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടാണല്ലോ. ഈ ഉപനിഷത്ത് മന്ത്രം നമ്മുടെ രാജ്യത്ത് മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന മഹിതമായ ഒരു സംസ്കാരം, സനാതനധർമ്മം എന്നൊക്കെ പറയാം. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളു. ഇന്നിവിടെ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ 7ാമത് പൂർണ്ണ പുരസ്കാര സമർപ്പണം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ വി ജോയ് അവർകൾ, ഇന്ന് ഈ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള ശ്രീമതി KS ചിത്ര അവർകൾ, ഈ പുരസ്കാരം സമർപ്പിച്ചിട്ടുള്ള കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ പ്രതിഭയെ കൂടിയായിട്ടുള്ള ശ്രീ K ജയകുമാർ അവർകൾ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിൽ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മറ്റൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ PK സുകുമാരൻ സാറുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കാൻ ഈ സന്ദർഭം അവസരമായി. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന്. 90 വയസ്സ്, 90ാം ദിവസം നക്ഷത്രപ്രകാരം കുംഭമാസത്തിലെ ഉത്രം നാൾ. ഇന്ന് അദ്ദേഹത്തിന് 90 വയസ്സ് പൂർത്തിയാവുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ, നമ്മുടെ എല്ലാവരുടെയും ആശംസകൾ. ഇനിയും ദീർഘകാലം, കാരണം ഇന്നത്തെ ഈ അവാർഡ് ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരു കടമയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും ഈ നാടിനും നൽകുന്ന സംഭാവനകൾ മാത്രമല്ല, ദേശീയ തലത്തിലടക്കം ആദരിക്കപ്പെടുന്ന പല ഭാഷകളിൽ പല അഭിനേതാക്കളുടെ പല തരത്തിലുള്ള വികാരങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് പാടുക എന്ന് പറയുന്നത്, പല ഭാഷകളിലെ നായികമാരുടെ ആത്മഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആലപിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അപൂർവം പേർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അത് തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും. ഞാൻ മനസ്സിലാക്കുന്നത് 9 തവണ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ
അവാർഡിന് ഒരിക്കൽ കൂടി ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പലരും സൂചിപ്പിച്ച കാര്യങ്ങൾ അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ, കാരണം ഏറ്റവും സന്തോഷം, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു പരിപാടി, ഒരു സംഗമം, ഒരു വേദി, ആ വേദിയിൽ സംബന്ധിക്കാൻ അവസരം നൽകിയ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദി പങ്കിടുന്ന മുഴുവൻ ആളുകളോടുമുള്ള കടപ്പാട് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തത് ഈ വേദിയിൽ വെച്ച് വളരെ അർത്ഥപൂർണമായ, ഏറ്റവും അർത്ഥപൂർണമായ ഒരു വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് സുജാതയ്ക്ക് ഈ ദയനീയ സ്ഥിതി ഉണ്ടായത്. വർക്കല നഗരസഭ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കീം തന്നെ രൂപീകരിച്ച് സുജാതയ്ക്കുള്ള ധനസഹായ സമാഹരണ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഇവിടെ ചികിത്സാ സഹായം നൽകുന്നത് ദീർഘകാലമായി MGM മോഡൽ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ആയമ്മയായി സേവനമനുഷ്ഠിച്ച ശ്രീമതി ഗിരിജ അസുഖബാധിതയായി ചികിത്സയിലാണ്. ചികിത്സാ സഹായ ധനമായി ഗിരിജയുടെ ഭർത്താവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ചികിത്സാ സഹായം നൽകുന്നത്, ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി ബഹുമാന്യനായ ശ്രീ N. നസറുള്ള അദ്ദേഹം, ജോ ഫ്യൂവൽസ്, സ്പെക്ട്ര ഹെൽത്ത് കെയർ, പോളിടെക്നിക് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ അമരക്കാരനായ നസറുള്ള സാർ സ്വമേധയാ ആ ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. ഗിരിജ പൂർണ്ണ ആരോഗ്യവതിയായി MGM കുടുംബാംഗങ്ങളോടൊപ്പം എത്തിച്ചേരട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ ഈ തുക കൈമാറുന്നു. അമ്മയ്ക്ക് നൽകുകയാണ്. ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റർ ശ്രീജയ ടീച്ചറുമാണ് ഈ വേദിയിൽ. വിദ്യാർത്ഥികളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ തുക സമാഹരിച്ചത്. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വി ജോയ് അദ്ദേഹം, ശ്രീ K. ജയകുമാർ സർ, ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, മുരളീധരൻ സർ, ഡോക്ടർ സുകുമാരൻ, അതേമാതിരി ശ്യാമളദേവി ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ നല്ല നീലക്കിളികൾ കുറേ പേര് ഒരുമിച്ചിങ്ങനെ കാണാൻ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അതേപോലെ കുട്ടികളുടെ ബാൻഡ് വെച്ചിട്ടുള്ള വെൽക്കമും, ഇവിടെ ഡാൻസ് ചെയ്ത കുട്ടികളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ പൂർണ്ണലാലിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയണം. നല്ല ഭംഗിയായിട്ട് ആപ്റ്റായിട്ടുള്ളൊരു പ്രെയറാണ് അദ്ദേഹം ഇവിടെ പാടിയത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. അച്ഛനമ്മമാരുടെ തണലിൽ, നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിൽ നന്നായി പഠിച്ചും കളിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ സമയം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നിങ്ങളിലുള്ള നല്ലൊരു വ്യക്തിത്വം ഫോം ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. നല്ല സുഹൃത്തുക്കൾ വേണം, മുതിർന്നവരെ ബഹുമാനിക്കുകയും സഹതാപവും സഹാനുഭൂതിയും കാരുണ്യവും ഒക്കെ ഉള്ള, നല്ലോണം നാടിനോടുള്ള സ്നേഹം ഉണ്ടാവണം, ഭാഷയെ സ്നേഹിക്കണം. ഇതിനെല്ലാം ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ലഹരി മുക്തമായ, അക്രമവാസനയില്ലാത്ത നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വരണം. നല്ലൊരു സമൂഹം, നിങ്ങളാണ് ഇനി നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ട ആൾക്കാർ. അത്രയും ഒരു
കരുതലോടുകൂടി ഒരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് നിങ്ങളെല്ലാവരും എന്നും ഉണ്ടാവണം. നിങ്ങൾക്ക് ആ ഒരു ശക്തി തരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ഈ ഒരു അവാർഡിന് എന്നെ തിരഞ്ഞെടുക്കാൻ ആദ്യം തന്നെ ഞാൻ ഡോക്ടർ സുകുമാരൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി ശ്യാമള ടീച്ചർ, വക്ഷസ്ഥലേ കൗസ്തുഭം വീണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയം കണ്ഠേ ച മുഗ്ധാവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂടാമണി കൃഷ്ണ 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 അടുത്തതായി ഉപഹാരം നൽകുന്നത് ശ്രീ കെ ജയകുമാർ സാറിനാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഉപഹാരം സ്വീകരിക്കുവാനായി വരുന്ന ശ്രീ സച്ചിദാനന്ദ സ്വാമികളെ വിനയ പരിസരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഉപഹാരം സ്വീകരിക്കുവാനായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംസാരിക്കുവാൻ MGM മോഡൽ സ്കൂളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സജിത് വിജയരാഘവൻ ഏറെ ആദരവോടെ ക്ഷണിച്ചു. സ്വാഗതം ആശംസിച്ച ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പൂജ, ഈ അവാർഡ് വിശദീകരണം നൽകിയ ഡോക്ടർ എസ് ജയപ്രകാശ്, പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനവും കർമ്മവും നിർവഹിച്ച ശ്രീ കെ ജയകുമാർ IAS, നമ്മുടെ കൃതജ്ഞത അർപ്പിക്കുന്ന MGK പ്ലസർ, എൻ്റെ പ്രിയ സുഹൃത്ത് മാജി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, പൂർണ്ണ കുടുംബാംഗങ്ങളെ, MGM കുടുംബാംഗങ്ങളെ, KPM കുടുംബാംഗങ്ങളെ, ദീർഘമായ
ഒരു പ്രസംഗത്തിന് സമയമല്ല എന്ന് എനിക്കറിയാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, വേദിയിലിരിക്കുന്ന ഞാൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം നമ്മളെല്ലാവരും സന്തോഷം കൊണ്ടും അതിശയം കൊണ്ടും ആശ്ചര്യം കൊണ്ടും തൃപ്തരാണ്. സമർപ്പണം KS ചിത്രയ്ക്ക് കൊടുക്കുകയും അത് സന്തോഷത്തോടെ വന്ന് വാങ്ങുകയും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും പൂർണ്ണയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. കൃതജ്ഞതയും ഒപ്പം. താങ്ക് യു. യോഗ നടപടികൾ അവസാനിക്കുകയാണ്.